ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചോദ്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ ഇവിടെ തീറ്റായുടെ വാല്യൂ π/2നും πയ്ക്കും ബിറ്റ്വീൻ ആണ്. ആൻഡ് കോട്ട് തീറ്റ ഈക്വൽ ടു -1/2 √2. ദെൻ ദ വാല്യൂ ഓഫ് 150 സൈൻ 50 θ/2 cos 8 theta plus sin 8 theta, then cos 50 θ/2 cos 8 theta minus sin 8 theta. ഓക്കെ, ഇവിടെ cos 8 theta ആണ് കേട്ടോ. ഇവിടെ cos 8 theta ആണ്. റെഡി, അവിടെ ഒരു കൺഫ്യൂഷൻ വരേണ്ട. cos 8 theta ഉണ്ട്. റെഡി. അപ്പോൾ ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഈ സാധനത്തെ നമുക്ക് അകത്തോട്ട് എല്ലാ വാല്യൂ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതൊന്നും അകത്തോട്ട് ഓപ്പൺ ചെയ്ത് എഴുതുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അകത്തോട്ട് ഓപ്പൺ ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? സൈൻ 15 θ/2 cos 8 theta പ്ലസ് സൈൻ 15 θ/2 സൈൻ 8 theta അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? അകത്തോട്ട് അത് ഓപ്പൺ ചെയ്ത് എഴുതുക ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, റെഡി. നെക്സ്റ്റ് അടുത്തത് പ്ലസ് കോസ് 15 θ/2 cos 8 theta, then minus cos 15 θ/2 സൈൻ 8 theta. റെഡി അല്ലേ മക്കളെ? ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ ഇനി എഴുതിക്കേ. ഇവിടെ നമുക്കൊരു സൈൻ 15 θ/2 cos 8 theta, നെക്സ്റ്റ് നമുക്കിവിടെ നോക്കിയേ സൈൻ 15 θ/2 സൈൻ 8 theta, അടുത്തത് കോസ് 15 θ/2 കോസ് 8 theta, അതുപോലെ മൈനസ് കോസ് 15 θ/2 സൈൻ 8 theta നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് ഞാൻ അറേഞ്ച് ചെയ്യുകയാണ്. അതായത് ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയാണ്. സോ കോസ് 15 θ/2 then cos 8 theta plus sin 15 θ/2 sin theta. ഓക്കെ, ഈ ടേമുകൾ ഞാൻ ഒന്നിച്ചാക്കി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടേമുകളായ കോസ് 15 θ/2 sin 8 theta മൈനസ് സൈൻ 15 θ/2 cos 8 theta. ഓക്കെ, ഇതിനെ നമ്മൾ ബാക്കി ഒന്നിച്ചെഴുതി. എടാ ഇവിടെ നോക്കി, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഇവിടെയോ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ, അല്ല ഇവിടെ കോസ് എ സൈൻ ബി അല്ലെങ്കിൽ സൈൻ എ കോസ് ബി എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ആ ഫോർമുല സപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കോസ് എ മൈനസ് ബി എന്നാണ് എന്താണ് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറയുന്നത്. റെഡി അല്ലേ മക്കളെ? അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും എ എന്ന് പറയുന്നത് 8 theta ആയിരിക്കും, ബി എന്ന് പറയുന്നത് 15 θ/2 ആയിരിക്കും. ഓക്കെ, ദെൻ ഇത് നമുക്ക് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി സൈൻ ബി നമുക്ക് എഴുതാം. സോ നമുക്ക് സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ക്ലിയർ അല്ലേ? സോ അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? അപ്ലൈ ചെയ്ത ഫോർമുല. സോ കോസ് എ എന്ന് പറഞ്ഞാൽ 8 theta ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? കോസ് 8 theta മൈനസ് 15 θ/2 അല്ലേ? ദെൻ ഇവിടെ മൈനസ് നമുക്കിത് എന്ത് കിട്ടും? സൈൻ 8 theta മൈനസ് 15 θ/2. സോ ഇവിടെ 2 × 8 16 theta മൈനസ് 15 θ/2 എന്ന് പറയുമ്പോൾ തന്നെ θ/2 എന്ന് കിട്ടും. സോ നമുക്കിത് എന്ത് കിട്ടും? ഇവിടെ ഇത് കോസ് θ/2 ആൻഡ് ഇത് മൈനസ് സൈൻ θ/2. നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ദ വാല്യൂ ഓഫ് ദിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് കണ്ടീഷൻ നമുക്ക് ഇത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കോസ് θ/2 സൈൻ θ/2 കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ പോവാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതിന് നമുക്ക് തന്നിട്ടുള്ള ഒരു ഹിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? -2 -1/2 √2 നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ എന്ന് തന്നിരിക്കുന്നത്. സെക്കൻഡ് ക്വാർട്ടറിലായിരിക്കും തീറ്റ ലൈ ചെയ്യുന്നത്. സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കോസ് തീറ്റ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. റെഡി അല്ലേ? ഓക്കെ, സോ ഇത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 1 + cot square theta = cosec square theta എന്നുള്ള ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. റെഡി അല്ലേ? സോ 1 + cot square theta എന്ന് പറയുമ്പോൾ 1/-1/2 √2 ഹോൾ സ്ക്വയർ അല്ലേ? സോ ഇതാണ് cosec square theta. റെഡി അല്ലേ മക്കളെ? സോ ഇത് നമുക്ക് എത്ര കിട്ടും? ഇത് 1/2 സ്ക്വയർ 4 ആണ്, നമുക്ക് 8 എന്ന് കിട്ടും. സോ 8 1 + 1/8 1 + 1/8 ആണ് നമുക്ക് cosec square theta കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/8. സോ അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എന്ത് കിട്ടും? 8/9 കിട്ടും. ഓക്കെ, റെഡി മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ നമുക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ √8, അതായത് 2 √2/3 എന്ന് കിട്ടും. അപ്പൊ സൈൻ തീറ്റ നമുക്ക് കിട്ടി. സോ ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? കോസ് തീറ്റ കണ്ടുപിടിക്കാം. സോ കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് കോട്ട് തീറ്റ
ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതിക്കോളാമല്ലോ. എല്ലാ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. കോട്ട് തീറ്റ മൈനസ് 1 2 √2 then 2 √2/3. സോ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -1/3 എന്ന് കിട്ടും. മക്കളെ നമുക്ക് തീറ്റ അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞ വാല്യൂ സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് കോസ് തീറ്റ/2 മൈനസ് സൈൻ തീറ്റ/2. അപ്പൊ തീറ്റ/2 അപ്പൊ എവിടെ നിൽക്കും? π/4നും ദെൻ π/2നും ബിറ്റ്വീൻ. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും നിൽക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ/2വും അതുപോലെ കോസ് തീറ്റ/2വും എല്ലാം എന്താണ് മക്കളെ? നമുക്ക് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റെഡിയല്ലേ? ഇനി അപ്പൊ കോസ് തീറ്റ/2 സൈൻ തീറ്റ/2 കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് നമ്മൾ ഓൾറെഡി ട്രിഗ്നോമെട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ട്. കോസ് തീറ്റ/2 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ 2. സോ 1 പ്ലസ് കോസ് തീറ്റ എത്രയാ? -1/3 ഡിവൈഡ് ബൈ 2. ഇത് ചെയ്യുന്നത് നമുക്ക് 2/3/2 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 1/√3 കിട്ടും. ഓക്കെ, 1/√3 കിട്ടും. ഇതിന്റെ ആൻസർ റെഡി. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? സൈൻ തീറ്റ/2വും കണ്ടുപിടിക്കാം. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് പഠിപ്പിച്ചിട്ടുള്ള ഫോർമുലയാണ്. 1 മൈനസ് കോസ് തീറ്റ/2 ആണ് നമുക്ക് കിട്ടുന്നത്. റെഡി അല്ലേ മക്കളെ? സോ ഇവിടെ നമുക്ക് 1 പ്ലസ് 1/3 ഡിവൈഡ് ബൈ, കാരണം 1 മൈനസ് വരുമ്പോൾ 1+3 വരും. സോ നമുക്ക് ഇത് എത്ര കിട്ടും? 4/3/2 കിട്ടും. സോ ഇത് നമുക്ക് എത്ര കിട്ടും? √2/3 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു √2/√3 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ എല്ലാ വാല്യൂം കിട്ടിയില്ലേ? സോ നമുക്ക് വേണ്ട എന്താണ്? നമ്മുടെ എക്സ്പ്രഷൻ എന്തുവായിരുന്നു? കോസ് തീറ്റ/2 മൈനസ് സൈൻ തീറ്റ/2യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ 1/√3 മൈനസ് √2/√3 വരും. സോ 1 മൈനസ് √2/√3 എന്ന് വരും. സോ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ എത്ര കിട്ടിയെന്നത് ആൻസർ എന്ന് പറയുന്നത് നോക്കി. കുറച്ച് ലെങ്തി ആയിരുന്നു, എന്നാൽ നമുക്ക് ചെയ്ത ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? റെഡി?